ഈ 7 പേരും ചില്ലറക്കാരല്ല, 13 കോടി ആളുകള് ഇവന്മാരുടെ റീൽസ് കണ്ടിട്ടുണ്ട്. ഫോറസ്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഈ വീഡിയോ കണ്ട ആരും പോകരുത്, ഇനി അങ്ങോട്ട് പോയാൽ എല്ലാവർക്കും ഇതേപോലെ പണി കിട്ടും. ഞങ്ങളെയും പിടിച്ചകത്ത് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഇതിൽ പങ്കെടുത്തവരെ ക്ഷണിക്കുകയാണ് എന്റെ ഗസ്റ്റ് ആയിട്ട്. നിങ്ങളെ ഞാൻ അവിടെ വെച്ച് ഓണർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം അപ്പോൾ വീഡിയോ എടുക്കും. അതിന്റെ ബർത്ത്ഡേക്ക് സ്റ്റോറി ഇടും. ആഗ്രഹം എല്ലാവാ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാനും എല്ലാം പറ്റത്തുള്ളൂ. അത് വേറൊരു കാര്യം. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിരുന്നോ? അവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ പുല്ലും മണ്ണും, അതുകൊണ്ടൊന്നും പറ്റാറില്ല. വണ്ടിക്കൊന്നും ഒരു കംപ്ലൈന്റ് പോലും ഇല്ല. എനിക്കറിയാം ഇവന്മാര് വരുമ്പം വീഴാതിരിക്കത്തില്ല ഒരിക്കലും. ആൾക്കാർ പറയും ഇവന്മാര് മറിച്ചിടുന്നതെല്ലാം പറയും. മറിച്ചിടുന്നില്ല, മുകളിൽ നിന്ന് വരുമ്പോ തന്നെ ഓട്ടോമാറ്റിക് വീഴും. അപ്പൊ ഞാൻ ഓടിപ്പോയി താഴെ നിന്ന് എല്ലാവരെയും വീഡിയോ പിടിക്കുന്നത്. ഈ വരുന്നവന്മാരുണ്ടല്ലോ അസാധ്യ ആളുകളാണ്. ഹായ് ആരാന്നല്ലേ? ഇപ്പൊ ഇതുവരെ 13 കോടി ആളുകള് ഇവന്മാരുടെ റീൽസ് കണ്ടിട്ടുണ്ട്. എവിടെ പോണ്? നില്ല് ഒരാൾ എത്ര പേരുണ്ട്? 7 പേരല്ലേ? കാണുന്നുണ്ടല്ലോ 7 പേരും. ഈ 7 പേരും ചില്ലറക്കാരല്ല. ഇവരെ തപ്പി MVD ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടെ. അങ്ങനെ നിങ്ങൾ കേട്ടായിരുന്നോ? കേട്ടിട്ടില്ലല്ലേ? എന്നാ നമുക്ക് വിശദമായിട്ട് പറയാം. കഴിഞ്ഞ ദിവസം വാഗമണ്ണി പോകുമ്പോ ജസ്റ്റ് ഇവരെ സുഹൃത്തുക്കൾ എല്ലാരും കൂടെ കൂടി ഏകദേശം എത്ര പേരായിരുന്നു? 14 പേര് കൂടി ഇവന്മാര് വാഗമണ്ണിന് ഒരു ട്രിപ്പ് പോയി. ആ ട്രിപ്പ് പോയപ്പോ അതിന് ചുമ്മാ കുറച്ച് നിമിഷങ്ങൾ റീലാക്കി കട്ട് ചെയ്തിട്ടു. ആ കട്ട് ചെയ്തിട്ട വീഡിയോ ഇതുവരെ കണ്ടേക്കുന്നത് 136 മില്യൺസ് ആളുകളാണ്. അതായത് ഇത്രയും 13 കോടി കറക്റ്റ് അല്ലേടാ? 13 കോടി അല്ലേ? കറക്റ്റ് അത്ര ആളുകളാണ് ഈ മച്ചാമാരെ കണ്ടേക്കുന്നത്. പേരെന്താ? അഷ്കർ, ഫസൽ ചാടിയാ പറയുന്നത്. ഫിറോസ്, ഇർഫാൻ പത്താൻ നോ, വെറും ഇർഫാൻ, സാദിഖ്, ഷബാബ്. ഇനി എത്ര പേരായിരുന്നു മിച്ചമുള്ളത്? 7 പേര്. 7 പേരെ മിച്ചമുണ്ട്. 7 പേര് എനിക്ക് തോന്നുന്നു ജാമ്യം എടുക്കാൻ പോയിരുന്നു. 18 വയസ്സ് കഴിഞ്ഞു. അതൊക്കെ പോട്ടെ. 20-19 വയസ്സ്. ഈ 20-19 വയസ്സിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച പുകിലൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ആ വീഡിയോ ആരാ എഡിറ്റ് ചെയ്തത്? ഞാൻ എഡിറ്റ് ചെയ്തത്. ആദ്യമേ കൺഗ്രാലേഷൻ, പുറകെ വരും പണി. അത് മേടിച്ചെടുത്തു. അത്ര സൂക്ഷ്മമായി കട്ട് ചെയ്ത് എങ്ങനെയാണ് അത് ചെയ്തെടുത്തത്? കാരണം എന്താ പറയാ, ഞാൻ തന്നെ കണ്ടിട്ട് ഒരേ സമയം എനിക്ക് എന്താ പറയാ ചിരിയും വരുന്നുണ്ട്, അതേസമയം ഇങ്ങനെ റേസ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ തെന്നി പോകുമ്പോ അയ്യോ എന്നൊരു ടെൻഷനും വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ആരാ റീൽ എടുത്തത്? കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ മുകളിൽ കയറുമ്പോൾ അവിടെ മൊത്തം പുല്ലും മണ്ണും, ബ്രേക്ക് അവിടെ വണ്ടി കയറാത്താണ് തെന്നി കിടക്കും. അപ്പൊ ബ്രേക്ക് പിടിക്കാൻ മൂടി എനിക്കറിയാം ഇവന്മാര് വരുമ്പം വീഴാതിരിക്കത്തില്ല ഒരിക്കലും. ആൾക്കാർ പറയും ഇവന്മാര് മറിച്ചിടുന്നതെല്ലാം പറയും. മറിച്ചിടുന്നില്ല, മുകളിൽ നിന്ന് വരുമ്പോ തന്നെ ഓട്ടോമാറ്റിക് വീഴും. അപ്പൊ ഞാൻ ഓടിപ്പോയി താഴെ നിന്ന് എല്ലാവരെയും വീഡിയോ പിടിക്കുന്നത്. അയ്യോ എന്ന് നല്ല മനുഷ്യസ്നേഹി. ഇത്രയും വലിയ മനുഷ്യസ്നേഹി നിങ്ങളുടെ കൂട്ടത്തിൽ കിട്ടിയതുണ്ടല്ലോ. ഇടയ്ക്ക് ഞാൻ വേറെ ആൾട്ടെ കൊടുക്കും വീഡിയോ. അല്ല അതെ, പണ്ട് നമ്മള് നാട്ടിലൊക്കെ ഒരു കളിയുണ്ട്. അതായത് ഈ ഇങ്ങനെ സ്ലോപ്പിംഗ് ആയിട്ടുള്ള സ്ഥലത്ത് കയറിയിട്ട് ഊർന്ന് കളിക്കാൻ. അത് സെയിം സംഭവം ഇച്ചിരി വിചൃതിയായിട്ട് വണ്ടിയിലാ കാണിച്ചേക്കുന്നത്. ആക്റ്റീവ ഉണ്ട്, ഡിസ്കവർ ഉണ്ട്, ഷൈൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട്, ഇവന്മാർക്കാർക്ക് ഹെൽമെറ്റ് ഇല്ല എന്നുള്ളത്. എനിക്കുണ്ടായിരുന്നു. എന്നെ മാത്രം പിടിക്കരുത്, എന്നെ പിടിക്കരുത്. ഒന്ന് മുഖം കാണിച്ചു കൊടുത്തത്, എന്നെയും പിടിക്കരുത്. അപ്പം ഞാൻ ഇത് 2 രീതിയിലാണ്. ഇത് വൈറൽ വീഡിയോ എന്താ പറയുക, ഭയങ്കരമായിട്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു. അപ്പോൾ നമ്മളിവരെ ഒരിക്കലും എന്താ പറയുക ഒരേ സമയം ഇവരെ പ്രൊമോട്ട് ചെയ്യുകയല്ല, എന്നാൽ അതേസമയം ഇവരെടുത്തൊരു എഫേർട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ എല്ലാവരും റീൽസിലും കാര്യങ്ങളിലുമാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് വെറൈറ്റി സ്വന്തം ശരീരം കൊടുത്തിട്ടാണ് അവർ ആ വെറൈറ്റി എടുത്തതെന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ ഈ ഐഡിയ പറഞ്ഞതാരാ? ഈ വീഴുന്ന എടുത്തിട്ട് റീൽസ് കട്ട് ചെയ്തിടാന്ന് പറഞ്ഞാരാ? നിങ്ങളുടെ ട്രിപ്പിന്റെ ഒരു ക്യാപ്ചർ ചെയ്ത എവിടെ പോയി ഞങ്ങൾ വീഡിയോ എടുക്കും, എന്ത് കാണിച്ചാലും വീഡിയോ എടുക്കും. ഞങ്ങൾ ഒരുമാതിരി കോലം കിട്ടുന്നവരാ. അങ്ങനെ കള്ളും കഞ്ചാവും സിഗരറ്റ് ഒന്നും ഇല്ല. അങ്ങക്ക് നോർമൽ ആയിരിക്കും എപ്പോഴും. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഇവന്മാര് കള്ളും കഞ്ചാവും? ഞാൻ പറഞ്ഞിട്ടില്ല. ഇടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളിപ്പോ ഞങ്ങളുടെ സേഫ്റ്റിക്ക് പറഞ്ഞു. അങ്ങനെ പറയില്ല, നമ്മളെ വീട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും കാണുമല്ലോ. നമ്മൾ ഇതിന് പറഞ്ഞു ഞങ്ങൾ കഞ്ചാവ് അങ്ങനെ എല്ലാം ഞങ്ങൾ ജീവിതത്തിൽ ഒരു സിഗരറ്റ് പോലും വലിക്കാത്തവരെ. ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ ചിലപ്പോൾ മുടിയൊക്കെ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നിയെന്നൊക്കെ ഇരിക്കും. പക്ഷെ ജീവിതത്തിലാണ് അങ്ങനെ ഇതൊന്നും ഇല്ല. ഞങ്ങളെ കാര്യം പറഞ്ഞാ. നിങ്ങൾ എന്നാ പോയത് വാഗമണ്ണില്? 30-ാം തീയതി ഞായറാഴ്ച പോയി. എന്നാ വീഡിയോ ഇട്ടത്? തിങ്കളാഴ്ച ഇട്ടു. എപ്പോഴാ ഇത്? വല്ലാണ്ടൊരു തള്ളിക്കയറ്റം. ഒരു 2 ദിവസം കൊണ്ട് 100 മില്യൺ കഴിഞ്ഞു. 100 മില്യൺ കഴിഞ്ഞു. അയ്യോ,
നിങ്ങളെ പിന്നെ ഇങ്ങനെ ഭയങ്കര നിങ്ങളുടെ റീൽസ് വൈറലായപ്പോൾ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നോ? പിന്നെ വിളിച്ചത് ഇവിടുത്തെ ഒരു ലോക്കൽ ചാനലിൽ നിന്ന് വിളിച്ചായിരുന്നു. പിന്നെ നമ്മളെ ബോബിച്ചമ്മന്നൂര് നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ. അത് സർപ്രൈസ് വയനാട് 1000 ഏക്കർ അവരുടെ ബിഗ്ഗസ്റ്റ് ഫേമസ് റിസോർട്ട് അവിടെ വിളിച്ചിട്ടുണ്ട്. അവിടെ പരിപാടിയാ 1000 പേരുടെ ബൈക്ക് റൈഡിങ്ങും ട്രക്കിങ് ജംഗിൾ സഫാരി പിന്നെ DJ പരിപാടി അങ്ങനെ അവരുടെ പരിപാടി അവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളാണ് ഗസ്റ്റ്. തെന്നെന്ന പ്ലേസിലൂടെ വൃത്തിയായി വണ്ടി ഓടിക്കാമെന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഗസ്റ്റുകളാണ് അല്ലേ? ഞാൻ പോയിട്ടുണ്ട്, ഉളുപ്പൂടി ഞാൻ പോയിട്ടുണ്ട്. അതായത് ഫുള്ള് ടോപ്പിലേക്ക് കയറി പോകുമ്പോ ഭയങ്കര എന്താ പറയാ, ജീപ്പിന് പോലും ഭയങ്കര പാടാണ്. നിങ്ങൾ പിന്നെ എന്താ ജീപ്പിന് ട്രൈ ചെയ്യാതിരുന്നേ? ജീപ്പില്ല, നമുക്ക് അതിനുള്ള ഇതൊന്നും. സാധാരണ മിഡിൽ ക്ലാസ് എല്ലാരും ഉള്ള വണ്ടി കൊണ്ട് നമ്മള് പോയത്, അല്ലാതെ ഓഫ് റോഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പോയതല്ല. എല്ലാം ഒരുപോലെ വണ്ടിയുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇത് അയ്യോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല കേട്ടോ. ഇവര് കോട്ടയം ഈരാറ്റുപേട്ടക്കാരാണ് ഈ പിള്ളേരെല്ലാരും. എല്ലാരും ഇപ്പൊ എന്ത് ചെയ്യുന്നു ശരിക്കും? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ. ഞാൻ വാപ്പാടെ കൂടെയാണ്. വാപ്പാടെ കൂടെ +2 കഴിഞ്ഞാണല്ലോ. ഏജ് ഉണ്ടല്ലോ അല്ലേ? ഉറപ്പല്ലേ? സമാധാനം. പിന്നെ എനിക്ക് കേസ് വരും. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു കോഴ്സ് നോക്കി വെച്ചിട്ടുണ്ട് പോകാൻ വേണ്ടി. നോക്കി വെച്ചിട്ട് എറിഞ്ഞുപിടിച്ച് കോഴ്സ് ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് ഒന്നുകൂടെ ഞാൻ ഡബിൾ ചെക്ക് ചെയ്തതാ 18 വയസ്സ് കഴിഞ്ഞു എന്നുള്ളത്. 20 വയസ്സുണ്ട് കൂടെ. നിങ്ങള് ചെറുതിലെ മുതലുള്ള അടുത്തടുത്തുള്ള അടുത്തടുത്ത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാ. കളിച്ചു വളർന്നവരാണ്. വീട് അടുത്തടുത്ത് അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം. ഈ റീൽസ് വീട്ടുകാരെങ്കിലും കണ്ടിട്ട് എന്ത് പറഞ്ഞു? വീട്ടുകാർ പറഞ്ഞത് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. വീട്ടുകാരെല്ലാരും കുറ്റമേ പറയത്തുള്ളൂ ഇത് കാണുമ്പോ. സ്വന്തം മക്കളല്ലേ അവരുടെ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാനും എല്ലാം പറ്റത്തുള്ളൂ. അത് വേറെ കാര്യം. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ സാധാരണക്കാരാകുമ്പോൾ നമ്മള് നോക്കാനും ഞങ്ങള് ഗ്യാങ് 10-22 പേരുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഗ്യാങ് ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തരും ഓരോ പരിപാടിയായി. ഇപ്പം ഗൾഫിൽ 2 അവന്മാര് പോയി. ഞങ്ങളുടെ മെയിൻ ആൾക്കാരെല്ലാം മാറിക്കൊണ്ടിരിക്കും ഞങ്ങള് വിട്ട്. അപ്പൊ ഞങ്ങളിപ്പം എല്ലാരും കുറച്ചായി ഇങ്ങനെയൊക്കെ പോയിട്ട് ഞങ്ങൾ പോയതാ ഉമ്മ കൊണ്ട് പോവാന്ന് പറഞ്ഞ് ഒരുമിച്ച് എല്ലാരും പോയി. ഇപ്പൊ എല്ലാരും ഓരോ പരിപാടിയായിട്ട് അങ്ങനെ സന്തോഷം വരുന്ന കുറച്ച് മൂവ്മെന്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കുന്നു. പകരം ഇട്ടപ്പോ അത്ര വൈറലല്ല, ഞങ്ങൾ മനഃപൂർവ്വം അങ്ങനെ കാണിച്ചതൊന്നും അല്ല. അതെ അതെ, മനഃപൂർവ്വം കാണിച്ച വീഴുന്നത് ഒരാൾ വീഴുന്ന രക്ഷിക്കാനല്ലാണ്ട് ആരെങ്കിലും വീഡിയോ എടുക്കാൻ പോകണം. ഏതോ ഒരു പടത്തിനകത്ത് ഒറ്റ അടി കൊടുത്തിട്ട് ചോദിക്കത്തില്ലേ ഇത് ഞങ്ങൾ എന്ത് ചെയ്താലും വീഡിയോ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം അപ്പൊ വീഡിയോ എടുക്കും. എന്നിട്ട് ബർത്ത്ഡേക്ക് സ്റ്റോറി ഇടും. ആഗ്രഹം എല്ലാവാ എന്റെ കൂടെ പോരുന്നോ? എനിക്കാണെങ്കിൽ ഒരാളെ ഞാൻ ചെയ്യുന്ന എല്ലാം ക്യാപ്ചർ ചെയ്ത്. നമുക്കൊക്കെ സുഹൃത്തുക്കളുണ്ട്. എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെങ്കിൽ നമ്മൾ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കണം. നമ്മുടെ ഒരൊറ്റ ഫോട്ടോ കാണത്തില്ല. ഫോട്ടോക്കൊക്കെ നേരെ തിരിച്ചാ. ഞാൻ ബസ് ചെന്നിട്ടേ ഉള്ളൂ ഉമ്മാനെ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് നിൽക്കേണ്ട വരും. വീഡിയോ എന്ത് കോലം കിട്ടിയാലും എടുക്കും ഞാൻ. ചാടി എടുക്കും അല്ലേ? ഏതായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിരുന്നോ? ഒരു കുഴപ്പം. അവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ പുല്ലും മണ്ണും, അതുകൊണ്ട് ഒന്നും പറ്റാറില്ല. വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് പോലും ഇല്ല. എന്നിട്ട് ഡിസ്കവറിന് മാത്രം ആൻഡിൽ ചെറുതായിട്ടൊന്നും ബെൻഡായിട്ട് വേറെ ഒന്നും പറ്റില്ല. എന്റെ പൊന്നെ, അത് പതുക്കെ ആരും കേൾക്കില്ല എല്ലാരും മാറ്റിയാളെ. നാളെ അവരും കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വയ്യതൊന്നും ആരും അങ്ങോട്ട് പോകരുത്. ഞങ്ങളെ അവിടുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഇനി അവിടെ പോകരുതെന്ന് വാണിംഗ് ചെയ്ത് ഞങ്ങളെ മറ്റേ ഈ മൊയ്യും കൊടുത്ത് അവിടെ ഞങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്നെല്ലാം പറഞ്ഞ് എല്ലാം എഴുതി എല്ലാം കൊടുത്തിട്ടാ വിട്ടത്. ഞങ്ങൾക്ക് അറിയത്തില്ല ഫോറസ്റ്റ് ഏരിയ. ഫോറസ്റ്റുകാർ വിളിച്ച് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് ഫോറസ്റ്റ് ഏരിയ ഇനി അവിടെ അതിക്രമിച്ച് കയറില്ല, നിങ്ങൾക്ക് കയറിയ കേസ് എടുക്കാം. ഞങ്ങൾ പറഞ്ഞു ഇനി പോത്തില്ല, അറിയാതെ വന്നതാന്നെല്ലാം ഞങ്ങൾ കുറെ അവരുടെ പറഞ്ഞു. അപ്പൊ വാൺ ചെയ്ത് വിട്ട്. ഇനി ഇത് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വൈറലാകാൻ വേണ്ടി ഇനി പോയാ പിടിച്ചകത്തിടും. കേട്ടല്ലോ. ഞാനും ഇതില് ഈ വീഡിയോ ചെയ്യുമ്പോ എനിക്ക് ഇവരെ കാണണമെന്നേ ഉള്ളായിരുന്നു. എനിക്ക് ഇവരോട് സംസാരിക്കണം. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ പിള്ളേരുടെ വൈബ് അറിയാം. ആ ഒരു വൈബില് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, 2 തരത്തിൽ ഞാൻ പേടിച്ചു. ഒന്ന്, ഞാൻ ഉളുപ്പൂടി പോയിട്ടുള്ളതുകൊണ്ട് ആ ലാൻഡ്സ്കേപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. 2 പേടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരിങ്ങനെ പുല്ലിനകത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ. ഇവനും ഉണ്ട് ഹെൽമെറ്റ് വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ 7 വണ്ടി 2 പേര് വെച്ചാ പോകുന്നു. ഒരു വണ്ടി നിങ്ങൾ കേറിയപ്പോഴാണോ അല്ല ഇറങ്ങിയപ്പോഴാണല്ലേ ഏറ്റവും എല്ലാം ഒരുപോലെ അവിടെ കിട്ടത്തില്ല. അതായത് ഇത്രയൊന്നും വീട്ടില്ല. കാരണം പകുതി ഞങ്ങൾ വീഡിയോക്കകത്ത് ഇട്ടിട്ടുള്ളൂ. എല്ലാം നമ്മൾ മൊത്തം വീഡിയോ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ വീഡിയോക്കകത്തുള്ളത്. വീഡിയോ അല്ല, അവരുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം രസത്തിന്റെ പുറത്ത് ചുമ്മാ ഇങ്ങനെ ഇട്ടുന്നുള്ളൂ. ഇത്ര വൈറലാവുന്ന ജീവിതത്തിൽ പോലും കരുതിയിട്ടില്ല. ഞങ്ങൾ വൈറലാവുന്ന ഓർത്തുമല്ല ചെയ്തേക്കുന്നത്.
ഒരുപാടായാലും പാടാം, ഉപദ്രവമായി മാറില്ല ആശയം. അല്ല ഇപ്പം നിങ്ങള് ഫോറസ്റ്റുകാർ വിളിച്ചു എന്ന് പറഞ്ഞു അല്ലെ? ഉളുപ്പുണിയില് ശരിക്കും അത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇപ്പൊ ഇവര് പോയിട്ട് ഉളുപ്പണി പോകാൻ പറ്റും, അതിന്റെ താഴെ കൂടെ പോകാൻ പറ്റും. അതായത് അവിടെ നിന്ന് മൂലമുറ്റം റൂട്ടിലേക്ക് പോകാൻ പറ്റും. ഉളുപ്പണിയിൽ നിന്ന് അത് മണ്ടയിലേക്ക്, അതായത് കുന്നുണ്ട്, അങ്ങോട്ട് കയറി പോകുമ്പോഴാണ് പ്രശ്നം. ഞങ്ങൾ അങ്ങോട്ട് കയറി പോയതാണ് ഞങ്ങൾക്ക് പ്രശ്നം വന്നത്. ഫോറസ്റ്റ് വിളിച്ച് ഫൈനൊക്കെ അടിച്ച് ഞങ്ങൾ ഒരു വിധത്തിൽ കയ്യെ കാലം പിടിച്ച് വാണം ചെയ്ത് ഞങ്ങളെ പറ്റി ഇനി പോത്തില്ലെന്നെല്ലാം പറഞ്ഞു വാൺ ചെയ്ത് വിട്ടു. അങ്ങോട്ട് ഞങ്ങളെ കണ്ടെങ്കിൽ പോവാതിരിക്കണേ, ഞങ്ങൾക്കും പണി വരും ചിലപ്പോ. അടച്ചിട്ടിരിക്കും ഇപ്പൊ മൊത്തം. അല്ല എന്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നിങ്ങള് മറ്റേ വണ്ടിയുടെ നമ്പർ മറിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അതെല്ലാം അവിടെ വെച്ച് പറ്റി വേണ്ടി നമ്പർ ഒടിഞ്ഞു പോയതൊക്കെയാ. വരും വരും പുറകെ വരും. വണ്ടി നമ്പർ കിട്ടിയാ അല്ല, വണ്ടി നമ്പറിനകത്ത് കാണുന്നെല്ലാം ഉണ്ട്. മിക്ക വണ്ടി നമ്പർ, അതായത് ഒരു 10 വണ്ടി അതിനകത്ത് 2 3 വണ്ടി നമ്പർ നിങ്ങളുടെയൊക്കെ പേര് തന്നെയാണോ വണ്ടി? നമ്മുടെ വണ്ടി പേടിക്കണ്ട ചേച്ചി, ചതിക്കരുത്. ഞാനായിട്ട് ചതിക്കത്തില്ല, പക്ഷെ വൈറലായ സ്ഥിതിക്ക് നിങ്ങളുടെ അഡ്രസ് അറിയാതെ എങ്ങാനും അവര് പതുങ്ങിയിരിക്കുകയാണോ? ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈരാറ്റുപേട്ടാന്നൊക്കെ. അല്ല, ഓ, ഞങ്ങളെ മാത്രമേ പിടിച്ചോളൂ. ഞങ്ങൾ അവരെ, ഞാൻ മാത്രമല്ല സാറേ, ഇവരും ഉണ്ടെന്ന് പറഞ്ഞ പോലെ അവിടെ കയറി ഒരു 1000 വീഡിയോ ഓരോരുത്തരും, പക്ഷെ ഞങ്ങളുടെ വീഡിയോ വൈറലായി പോയത്. നിങ്ങളുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ആ വഴുക്കല് നിങ്ങളുടെ ഒരു സന്തോഷം, മറ്റേ വഴുക്കലിന് എല്ലാവർക്കും ഒരു പേടിയും, ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഞാൻ കാണുമ്പോഴും പേടിയാണ് നമുക്ക് തോന്നുന്നത്, പക്ഷെ അതിന് നിങ്ങളുടെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ പക്ഷെ ഒരു വണ്ടി ഞാൻ പറഞ്ഞില്ല, ഒരു ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു, ജമ്പ് ചെയ്തല്ലോ അല്ലെ? ഒരു ആക്റ്റീവ് ജമ്പ് ചെയ്തു, ഞാൻ അതിനകത്ത് കണ്ടു. രണ്ട് വണ്ടി പൊങ്ങിപ്പോയായിരുന്നു. ആക്സസ് ആണെന്ന് തോന്നുന്നു, അതായത് ലേഡീസിന്റെ ഞാനപ്പോ പ്ലാൻ ചെയ്ത് എന്റെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അത് നമുക്കൊരു മൈൻഡിന് സെറ്റ് ഉണ്ടെങ്കിൽ ഏത് വണ്ടിയായിട്ട് പോകാം. പക്ഷെ പോകുമ്പോ ഈ നിയമപരമായിട്ടുള്ള കാര്യം മാത്രം നോക്കി പോയാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ. ഏത് വണ്ടിയാലും കാണാൻ ഒരു ഇതുമില്ല, ബ്രേക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് കയറി പോകും. പതുക്കെ പറഞ്ഞു, ആവേശം വേണ്ട, പതുക്കെ ഇനി പോകത്തില്ല. ഇനി ഞങ്ങള് അങ്ങനത്തെ പരിപാടിയെ നിർത്തി. ഞങ്ങൾ ആവർത്തിക്കത്തില്ല. അത് ഫോറസ്റ്റുകാർക്കും എല്ലാവർക്കും ഞങ്ങൾ വാക്ക് കൊടുത്തു. ഇനി അതുകൊണ്ട് നാട്ടിൽ കൂടെ ഉള്ള വണ്ടി ഓടിയേ ഉള്ളൂ, ഹെൽമെറ്റ് എല്ലാം ഡീസെന്റ് ആയിട്ടുള്ള ഓടിയേ ഉള്ളൂ. സീരിയസ് ആയിട്ട് പറഞ്ഞ അല്ല, അതാ ഞാൻ ഇവിടുന്ന് ഹെൽമെറ്റ് വെച്ചിട്ടാ പോയതും കാര്യമായിട്ട് പറഞ്ഞ. അല്ല, ഇനി വൈറലായിട്ട് ഇവര് പിടിക്കുക, ഈ വീഡിയോ വൈറലാകുമെന്നുള്ള പേടി കൊണ്ട് ഇവര് പേടിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. അല്ല, ഇവന്മാര് കള്ളന്മാരാ. ഫോറസ്റ്റ് പിടിക്കുക അകത്തിലൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കോലം കിട്ടുന്ന എന്തെങ്കിലും ഞങ്ങളെല്ലാരും അഡ്രസ്സും ഇവിടെ സ്റ്റിക്കർ വെച്ച ആൾക്കാരാ വാണ്ടഡ്. അപ്പൊ ഇനിയിപ്പം എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ പേടിയുണ്ട് ഒരേ സമയം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പേരൻസ് പേടിക്കുന്ന പോലെ തന്നെ നമ്മളേനും പേടി അവർക്ക് നമ്മളെ ഓർത്ത് ഭയങ്കര ടെൻഷനാ വീട്ടിൽ. അത് സപ്പോർട്ടൊക്കെ അവന്റെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ സപ്പോർട്ടൊന്നുമില്ല. കൂട്ടത്തിലടിയാ. ഇവന്റെ വീട്ടില് സപ്പോർട്ട്, അവന്റെ വീട്ടില് പലകക്കടിയായിരിക്കും. അതാണ് കറക്റ്റ്. പിന്നെ വേറെ കാര്യം ഞങ്ങൾ ഇങ്ങനെ കാണിച്ചതല്ല, ഓഫ് റോഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഓൺ റോഡിൽ ഒന്നും ഇത് കൊണ്ട് കാണിക്കത്തില്ല. നിങ്ങൾ നോക്കി ആരോട് അന്വേഷിച്ചാൽ അറിയാം, ഓഫ് റോഡ് ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ലാന്ന് കരുതിയിട്ട് ജീപ്പും അങ്ങനെ എല്ലാം അവിടെ പോകുന്നതാണ്, ബൈക്കിൽ റൈഡേഴ്സും പോകുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളോട്ട് വല്ല ഒരിക്കലും ചെയ്യത്തില്ല. അറിയത്തില്ല, പാവാ, ഒന്നും അറിയത്തില്ലാത്ത കുഞ്ഞാ. ആ മുഖം ഒന്നുകൂടെ സൂം ചെയ്ത് പാവണ്ട. ഇപ്പൊ പഠിച്ചില്ലേ, ഫോറസ്റ്റുകാരെ വിളിച്ചത് പേടിച്ചു. കാരണം നമ്മുടെ കരിയർ ബാധിക്കും. എന്തെങ്കിലും ഒരു സീൻ ഉണ്ടായാൽ കരിയർ ബാധിക്കും. ഒന്നും വരാതിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ബോധവാന്മാരായി പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്ന് അവരെല്ലാം പറഞ്ഞു. എഴുതിച്ചവല്ലോ, അതല്ല എംബോസിഷൻ എഴുതി. ഞങ്ങള് പോയത് അങ്ങനെയൊന്നും നടന്നില്ല. ഞങ്ങള് കാലേ നല്ലൊരു ചെന്നത് സാറേ ആരാ വീണേ, കൂട്ടത്തിൽ ആരാ വീണേ? പറഞ്ഞോ ഇവന്മാരെ ആരാ നോക്കട്ടെ, കൂട്ടത്തിൽ. അതെ, ഓ ആള് തന്നെ ചാടി പറയാ. പക്ഷെ വേറെ കാര്യം, നമ്മൾ ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ അവർ മോശമായിട്ടാണ് പെരുമാറുന്നത്. പക്ഷെ ഞങ്ങളുടെ നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കി ഉപദേശിച്ച് എല്ലാം ചെയ്യുവാണ്. ഞങ്ങൾ ക്ലാസ് എടുത്ത് എല്ലാം ഞങ്ങൾ വിടുവാണ് ചെയ്തത് അവിടുത്തെ പോസ്റ്റ്. അത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ പേടിച്ച് ഞങ്ങൾ പോയത്. സാധാരണ ഇത് വണ്ടമ്പത്താൽ ഫോറസ്റ്റ് ഓഫീസിലാണ്. എന്താണെങ്കിലും നിങ്ങളോടും ഈ കാണുന്നവരോടും നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവർ ചെയ്തത് ഇവരുടെ എന്റർടൈൻ. ഇവർക്ക് ഇവിടുന്ന് വാഗമണിലേക്ക് വേണ്ടി 10-25 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അവരുടെ സന്തോഷങ്ങൾ, അവരുടെ കുഞ്ഞു നിമിഷങ്ങൾ അവര്
എന്താ പറയുക ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു. ഇയാൾ പറഞ്ഞതുപോലെ അവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും ജോലി കിട്ടി പിരിഞ്ഞ് അപ്പോൾ അവർക്ക് കുഞ്ഞു നിമിഷങ്ങൾ സന്തോഷത്തിന് ചേർത്ത് വെച്ചതാണ്. പക്ഷെ അത് നാളെ പുലിവാലാകുമോ എന്നറിയില്ല. പക്ഷെ നിലവിലൊരു കുഞ്ഞു വള്ളി അല്ലേ, ഒരു കുഞ്ഞു വള്ളി ഉണ്ടായിരുന്നു, അവന്മാർ അഴിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ ഇതാരും അനുകരിക്കരുത് അല്ലെ? നിങ്ങൾക്ക് എല്ലാരും പറഞ്ഞു ഒന്ന് ചേർന്നെന്ന് പറഞ്ഞു. ഇല്ല പിന്നെ ഞാൻ പറഞ്ഞു ആരും പോകരുത്, ഇനി അങ്ങോട്ട് പോയാൽ എല്ലാവർക്കും ഇതേപോലെ പണി കിട്ടും. ഇപ്പൊ ഞങ്ങളെയും പിടിച്ചകത്ത് എന്തോ യോഗത്തിനാണ് ഞങ്ങളെ വിട്ടത്. പക്ഷെ ഇനി പോകുമ്പോ അങ്ങനെ അവർ ചെയ്യണമെന്നില്ല. റെഫറൻസിന് പോലും ഞങ്ങളുടെ പേര് പറയുന്നത്, ഞങ്ങളുടെ റീലും പറയുന്നത്. ഉപദ്രവിക്കരുത്, ഞങ്ങൾക്ക് കേസെടുക്കും. ഞങ്ങൾക്ക് വരും, ഞങ്ങളിപ്പോ ഒഴിവായി. പിന്നെ അടുത്തവര് ഞങ്ങളെ കണ്ടിട്ട് അവിടെ കയറി ആരുടെ ഇതിലാണ് പേജിലാണ് ഇട്ടിരുന്നത്? എന്റെ പേജിലായിട്ട്. എന്താണെങ്കിലും കേരളത്തിൽ ഇതിനു മുന്നേ ഒരു ഫുട്ബോളറുടെ റീലാണ് ഏതാണ്ട് 50 കോടിക്ക് മുകളിലുള്ള ആളുകൾ കണ്ടിരുന്നത്. പിന്നീട് ഈ റീലാണ്. പക്ഷെ ഇതൊരു റീലായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ സന്തോഷമാണ്. വിമർശിക്കാൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എങ്കിലും അതിലൊരു അപകടം പതിയിരിപ്പുണ്ട്. നമ്മൾ പറയല്ലേ സൂചി നമ്മളുടെ ദിശാ ബോർഡ് കാണിക്കുന്നില്ല, അപകടമുണ്ട്. നമ്മൾ എവിടെയും ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ശ്രദ്ധിക്കണം. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇനി ശ്രദ്ധിക്കില്ലേ? എല്ലാരും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പരിക്ക് പറ്റിയ എന്നെ എടുത്ത് ഞങ്ങൾ അതൊന്നും ചിന്തിക്കുന്നില്ല. അന്നപ്പോ അവിടെ ഉള്ള നടന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇവിടെ ആൾക്കാർ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുന്നത്. തീർച്ചയായും പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല. അല്ല പിന്നെ ഇനി ഞാൻ പറയുന്ന പോലെ അമ്പാമാരെല്ലാം ശ്രദ്ധിക്കത്തില്ലേ? അത് കണ്ട് ഞങ്ങൾ ചെയ്യുള്ളൂ, ഇങ്ങനെയൊന്നും ആവർത്തിക്കത്തില്ല. ഒരിക്കലും പോകത്തുമില്ല, രംഗണ്ണന്റെ പിള്ളേർ പോകും ടൂർ. അത് നിയമപരമായ രീതിയിൽ പോകേണ്ട സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ പോകുള്ളൂ. രംഗണ്ണന്റെ പിള്ളേർക്കേ ആവേശം മാത്രമേ ഉള്ളൂ. പിള്ളേരിനി ശ്രദ്ധിക്കും അല്ലേ? എല്ലാരും ശ്രദ്ധിക്കും. രംഗണ്ണന്റെ പിള്ളേരെല്ലാം നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.